തലേ ദിവസത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെക്കൻ്റെ വീട്ടിൽ പോവാണ്. ചെക്കൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെണ്ണൂട്ടാൻ പോയിട്ടുണ്ടാവുമെന്ന് അറിയാം കേട്ടോ. എങ്കിലും കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് അവിടെ കസിൻസൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാവേച്ചി മാമൻ്റെ ഇളയ മോളാണ്. പിന്നെ അതുപോലെ തന്നെ വാവേച്ചിൻ്റെ 2 ആൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീജാൻറ്റി, ശ്രീഷ, പിന്നെ ശ്രീഷൻ്റെ മോള് പാർവതി, പിന്നെ സുമിത്രൻ പാപ്പൻ, അമ്മായി, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ രോണിത്തുമ്മ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അരുണേട്ടൻ നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറേ സമയം തമാശയും കുറേ കാര്യങ്ങളൊക്കെ കളിയാക്കലും തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ നിന്നിട്ടോ. എത്ര നാളുകൾക്ക് ശേഷമാണ് കസിൻസൊക്കെ ആയിട്ട് ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻസൊക്കെ കുറഞ്ഞിങ്ങനെ എല്ലാവരും കൂടുന്ന ഫങ്ഷൻസൊക്കെ കുറവാണ്. പക്ഷേ കിട്ടിയ ഫങ്ഷനൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ശ്രീഷി എല്ലാവരും സാരി എടുത്തത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കട്ടി പച്ച ബ്ലൗസും പിന്നെ ലൈറ്റ് പച്ച ആണ് സാരി. പിന്നെ കമ്മൽ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഒരുപാട് പേരെൻ്റെ റീൽസ് കണ്ടിട്ട് മുൻപിൽ റീൽസ് കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്മൽ ഇവിടെ തൊഴുക്കൽ ഭാഗത്ത്, അത് നെയ്യാറ്റിൻകരയിൽ തന്നെയുള്ള നമ്മുടെ സുമി ചേച്ചിൻ്റെ അടുത്താണ് വാങ്ങിച്ചത്. ചേച്ചിക്ക് സാരി നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് വാങ്ങിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സാരിക്ക് വേണ്ടിയിട്ടല്ല ആ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു വേറെ പച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സാരി നോക്കിയപ്പോൾ മാച്ച് ആവുന്നുണ്ടല്ലോ എന്നുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ സാരിക്ക് വേണ്ടിയിട്ടോ പർച്ചേസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു സാരീൻ്റെ എടുത്തിട്ടു, അതിന് കമ്മൽ ഉള്ളത് അങ്ങ് ഇട്ടു. അപ്പോൾ അത് മാച്ചായി അങ്ങനെയുള്ളൂ കേട്ടോ. പിന്നെ അമ്മായിയും വാവി ചേച്ചിക്ക് നേരത്തെ വന്നിട്ട്, വാവി ചേച്ചി 2 മക്കളാണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അവർ താലികെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വന്ദേ ഭാരത് തിരിച്ച് കൂടി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ യാത്രയാക്കാനൊക്കെ പോവാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ. ഞാൻ സാരി ഉടുത്തിട്ടൊന്നും സെറ്റായിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കുത്തി പിടിച്ച് ഇട്ടതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് സാരിയൊന്നും ഉടുക്കാത്തതുകൊണ്ട് അങ്ങനെ വലിയ സാരി ഉടുക്കാനൊക്കെ മറന്നുപോയി, അതാണ് ശരി. പിന്നെ നമ്മൾ സുമിത്രപാപ്പ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ എന്താ പറയുക ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച് എല്ലാം കൂടി സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവരും ഓരോരുത്തരും അവരുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. പിന്നെ അവരെ വാവേച്ചീച്ചിന് അവരൊക്കെ യാത്ര അയച്ചു. അതിനുശേഷം നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് ശോഭനേൻ്റെ കേട്ടോ. ശോഭനേൻ്റെ അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് ഈ കല്യാണത്തിന് വന്നതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അവിടെ അടുത്താണ് പയ്യാമ്പലം ബീച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ണൂർ പയ്യാമ്പലം എന്നുള്ളത്. പിള്ളമേൻ്റെ വീട്ടിനടുത്താണ് പയ്യാമ്പലം ബീച്ച് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പയ്യാമ്പലം ബീച്ചിൽ നമ്മൾ ഞാൻ കുറേ വർഷങ്ങളായി പോയിട്ട്. അപ്പോൾ നമ്മളവിടെ പയ്യാമ്പലത്ത് നോർമലി അവിടെ എത്തിയില്ലെങ്കിലും പയ്യാമ്പലത്തെ ബീച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കായിട്ടാണ് വല്യമ്മേൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശത്തേക്കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് അവിടെ പോവുക എന്നാണ് ഏറ്റവും വലിയ. അവിടെ പിന്നെ പ്രത്യേകിച്ച് ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യം നമ്മളവിടെ എല്ലാവരും കൂടി അങ്ങ് നിന്നു, അതെല്ലാം ചെയ്തു. അതിനുശേഷം ഈ ചില വീഡിയോസിന് മീൻസ് ഉള്ളത് എൻ്റെ ആൻറ്റീൻ്റെ മോളെ ഫോണിലെടുത്തിട്ട് അവൾ എനിക്ക് അയച്ചെന്ന വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലെത്തിയതിന് ശേഷം നമ്മൾ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ടെൻഷനിലുണ്ടായിരുന്നു. കാരണം വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അതിലുപരി അവിടെ മണ്ണിടിയുന്നുണ്ടായിരുന്നു. കുറേ മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. കാരണം അവിടേക്ക് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾ കണ്ട ഈ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അധികം മേക്കപ്പൊന്നും അങ്ങനെ ഇടാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ കല്യാണത്തിന് നല്ലോണം മേക്കപ്പ് വാരിയിട്ടിട്ടുണ്ടായിരുന്നു, ഫൗണ്ടേഷനൊക്കെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാണാൻ ഭംഗിയുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ എത്തി. പിന്നെ ഇതാ ശ്രീഷ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക വീഡിയോ ആൻറ്റിമാരുടെ കലാവിരുദ്ധമായ വീഡിയോസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില വീഡിയോസ് ഇവളാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ക്ലിയർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് ആൻറ്റിമാരുടെ ഡാൻസും പാട്ടും പിന്നെ അഭിനയവും ഒക്കെ ആയിട്ട് അങ്ങനെ എൻ്റർടൈൻ ചെയ്ത്. കാരണം ഇവരെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് 7 മക്കളാണ്. അതിൽ 2 ആണും പിന്നെ 5 പെണ്ണാണ്. അതിൽ മാമൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ബാക്കിയില്ല എല്ലാവരും, മാമൻ അടക്കമുള്ള എല്ലാവരും ഭയങ്കര കലാകാരന്മാരാണ്. മരിച്ചുപോയ മാമനാണെങ്കിലും ചന്ദ്രമാമനാണ് നമ്മൾ ജയന്തി മാമൻ എന്ന് വിളിക്കുക. അതായത് ഒരു ട്രെയിനിൻ്റെ പേര് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ജയന്തി മാമൻ എന്ന് വിളിക്കുക. അപ്പം മാമൻ ആണെങ്കിലും പാട്ടൊക്കെ പാടും. അങ്ങനെ എല്ലാവരും ആൻറ്റിമാർക്ക് എല്ലാവർക്കും നല്ല ഡാൻസും പാട്ടും എല്ലാം ഉള്ള നല്ല കലാപരമായിട്ട് കഴിവുള്ളവരാണ് എല്ലാവരും ആൻറ്റിമാരും. അവരൊക്കെ നമ്മൾ വൈബുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾസ് എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ പറയും. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്ന ഒരാളെ വല്യമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെടുത്ത് ഇവിടെ നിന്ന് അങ്ങനെ ഫോട്ടോ നിർത്തി കളിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ടോക്കിംഗ് ഒക്കെ ഉണ്ടാവാറ് വല്യമ്മ മാത്രമാണ്. ബാക്കി എല്ലാവരും നല്ല എന്താ പറയുക എൻ്റർടൈമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതിന് കുറേ സമയം അവിടുത്തെ ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്.
പോയിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റർടൈൻ ചെയ്തു, പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള നെട്ടോട്ടമായിരുന്നു. കാരണം കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ടയേർഡായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറേ സമയം നമുക്ക് നിൽക്കും, ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബുള്ള ആൾക്കാർ തന്നെയാണ് ആൻറ്റിമാരും ആൾക്കാരൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് കസിൻസിന് എല്ലാവർക്കും എൻ്റർടൈമാണ്, അവരുടെ ഡാൻസും പാട്ടും കളിയും ചിരിയെല്ലാം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫാമിലി എല്ലാവരും എനിക്ക് ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഇനി എൻ്റെ അനിയത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മിറ്റുവിൻ്റെയോ കുട്ടാപ്പേട്ടൻ്റെയോ അങ്ങനെ നമ്മളെ ശരത്തേട്ടൻ്റെയോ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണ ഫംഗ്ഷൻ വരണം. പക്ഷെ നമ്മുടെ പഴയങ്ങാടി, അതായത് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കല്യാണം പൊളിയാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ബൈ.